അഡ്വക്കേറ്റ് നിപിൻ, മതപരിവർത്തനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആ പെൺകുട്ടികൾ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് തുറന്നു പറയുകയാണ്. കുടുംബത്തിനും പരാതിയില്ല. അപ്പോൾ കൊണ്ടുപോകാൻ വന്നവർക്കും കൂടെ പോകാൻ വന്നവർക്കും ഒരു പരാതിയുമില്ലാത്തിടത്ത് അവിടെ നടക്കാൻ പോയത് അല്ലെങ്കിൽ അവിടെ നടന്നത് മതപരിവർത്തനമാണ് എന്ന് അടിവരയിടാൻ, ആക്രോശിക്കാൻ, അന്തിമമായി വിധി കൽപ്പിക്കാൻ ആരാണ് ബജ്രംഗ് ദൾ? നിങ്ങളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുൻപേ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ആട്ടിൻതോലിട്ട ചെന്നായയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന്. അപ്പോൾ IPC 370 പ്രകാരം 2022 ജാർഖണ്ഡിൽ നിന്ന് മനുഷ്യക്കടത്ത് നടത്തിയെന്ന് പറഞ്ഞ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത, ഇടതുപക്ഷ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത അന്നത്തെ പ്രതികളെ 2025 ജൂലൈ 26 വെറുതെ വിട്ടു. അപ്പോൾ ആ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ആട്ടും തോലിട്ട കഴുതപ്പൊലി എന്നാണ് വിളിക്കേണ്ടത്. നിപിൻ, ഒന്നാമത്തെ കാര്യം, ആ സംഭവത്തിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ അവർ വന്നിറങ്ങുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ വടിവാളും തലയിൽ കെട്ടും കാവി തുണിയുമൊക്കെയായി വന്ന് അവരെ അങ്ങ് മതപരിവർത്തനം നടത്തിയവരാണെന്ന് ചാപ്പ കുത്തുകയും ഒരു തരത്തിലും പുറത്തു വരാൻ സാധിക്കാത്ത വകുപ്പുകൾ ഒക്കെയും ചുമത്തി അകത്തിടുകയുമായിരുന്നു. ഈ സംസ്ഥാനത്തെ സർക്കാർ അന്ന് സ്വീകരിച്ച നിലപാട് എന്താണെന്ന് അറിയാമോ? അതുകൊണ്ടാണ് ആ കേസ് തന്നെ ഇല്ലാതായത്. അതറിയാമോ? അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്തത് ആരാണ്? സംസ്ഥാന സർക്കാർ അകത്തിട്ടത് അതെ, തൃശ്ശൂർ റെയിൽവേ പോലീസാണ്. റെയിൽവേ പോലീസ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസിയാണ്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസി. നിങ്ങളത് പരിശോധിക്കണം. സംസ്ഥാന സർക്കാർ തന്നെയാണ് അവർ അറസ്റ്റ് ചെയ്തത്. അതിലേക്ക് ഞാൻ വരാം. ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളുടെ ചോദ്യത്തിലേക്ക് സംസ്ഥാനത്തെയും നിയമ സംവിധാനങ്ങൾക്ക് ചോദ്യം ചെയ്യാനും ആവശ്യമെങ്കിൽ അത് അറസ്റ്റിലേക്കും കേസിലേക്കും തന്നെ പോകാനുമുള്ള അവകാശമുണ്ട്. അതായിരുന്നോ ഛത്തീസ്ഗഡിൽ നടന്നത് എന്നുള്ളതാണ് ചോദ്യം. നിയമപരമായി അവരവിടെ വരുന്നു. അവരുടെ നിയമപരമായ നില പോലും തെളിയിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു കൂട്ടം ആളുകൾ ഈ നിരയിൽ ബജ്രംഗ് ദൾ എന്ന് പറഞ്ഞ അവരുടെ ചരിത്രമാണ് ഞാൻ തുടക്കത്തിൽ വിശദീകരിച്ചത്. ഗ്രഹാം സ്റ്റൈൻസിന്റെയും സ്റ്റാൻ സ്വാമിയുടെയും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഉത്തരത്തിലേക്ക് വരാം. ശരി, ഞാനൊന്ന് ഉത്തരം പറഞ്ഞോട്ടെ. അത്രയും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡ് ഈ വിഷയത്തിൽ വളരെ ക്ലിയർ ആണ്. ആൻ അക്യൂസ്ഡ് ഇസ് പ്രിസ്യൂംഡ് ടു ബി ഇന്നസെന്റ് അൺലെസ് പ്രൂവൺ ഗിൽറ്റി. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞിട്ടുള്ളത്. ഇവർ നിരപരാധികളാണ്, ഇവർ കുറ്റക്കാരികളാണെന്ന് പ്രൂവ് ചെയ്തവരെ ഇവർ നിരപരാധികളാണ് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡ്. ശരി നിപിൻ, നോക്കൂ, എന്താ സംഭവിച്ചത്? ഞാൻ മുഴുവൻ പറയട്ടെ. ദയവായി ഇടപെടാതിരിക്കൂ. നിപിൻ പറഞ്ഞു പറ്റുന്നത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബാക്കി കാര്യം അതിൽ വിയോജിപ്പുകൾ ഒരുപാടുള്ളത് കൊണ്ടും സെൻസിറ്റീവായ വിഷയമായതുകൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ഇടപെടേണ്ടി വരുന്നത്. ഒന്നാമത്തെ കാര്യം, നിപിൻ പറയുന്നു കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആ വിഷയത്തിൽ BJPയുടെ നിലപാട് പറഞ്ഞു എന്നുള്ളത്. ഒരു മിനിറ്റ്, ഛത്തീസ്ഗഡിലെ BJP അധ്യക്ഷൻ എന്താണ് ആ വിഷയത്തിൽ നിലപാട് പറഞ്ഞത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാണോ ദേശീയ തലത്തിൽ BJPയുടെ നിലപാട് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. രാജീവ് ചന്ദ്രശേഖറിന് അപ്പുറം കേരളത്തിൽ നിന്നുള്ള ജോർജ് കുര്യൻ എന്ന സഹമന്ത്രി ഉൾപ്പെടെ ആരെങ്കിലും ഈ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് മൂന്നാമത്തെ ചോദ്യം. അതുകൊണ്ടാണ് ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ ആട്ടിൻതോലിട്ട ചെന്നായിയാണ്, മറ്റുള്ളവർ ആട്ടിൻതോലിടാതെ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. സംസ്ഥാന അധ്യക്ഷൻ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരട്ടെ. ശരി. അപ്പം ക്രൈം നമ്പർ 60/2025 ക്രൈം നമ്പർ 60/2025 കോടതിയിൽ 25-ാം തീയതി എത്തുന്നു. എന്തുകൊണ്ടാണ് ഈ ബെയിൽ പെറ്റീഷൻ കേൾക്കാതെ അഡീഷണൽ സെഷൻസ് ജഡ്ജായിട്ടുള്ള അഭിനാഷ് ദുബെ മാറ്റിയത്? എന്തുകൊണ്ടാണ് NIA കോടതിയിലേക്ക് മാറ്റിയത്? സെക്ഷൻ 11 ഓഫ് NIA ആക്ട് പ്രകാരം ലിസ്റ്റഡ് ആയിട്ടുള്ള കോടതിയല്ല ദുർഗിലെ ഡിസ്ട്രിക്ട് കോർട്ട്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇത് NIA കോടതിയിലേക്ക് മാറ്റിയത്. ഈ പഴയ IPC 370യും ഇപ്പോഴത്തെ BNS 143യും സെയിം ആണ്. ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സൺസ് ടു ഇന്റർസ്റ്റേറ്റ്, രണ്ട് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലേക്കുള്ള മനുഷ്യക്കടത്ത്, അതാണ് 143. ആ 143 NIA ആക്ട് 2019 അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അമെൻഡ് ചെയ്യപ്പെട്ടതുകൊണ്ട്
ഈ മനുഷ്യക്കടത്ത് NIA ആക്ടിൻ്റെ പെർവ്യൂവിൽ വരുന്നു. പെർവ്യൂവിൽ വരുന്നത് കൊണ്ട് ദുർഗിലെ അഡീഷണൽ സെഷൻസ് കോടതിക്ക് ഈ ബെയിൽ കേൾക്കാൻ കഴിയില്ല. മെറിറ്റോറിയസ് ആയി ജുഡീഷ്യസ്ലി അദ്ദേഹം പറഞ്ഞ വിധിയാണ്. എന്നിട്ട് NIA കോടതിയിലേക്ക് മാറ്റി. ഇതാണ് നിലവിലെ സ്റ്റാൻഡ്. അതിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ഈ 2 വനിതകൾക്കൊപ്പമാണ്, ഈ 2 സിസ്റ്റർമാർക്കൊപ്പമാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മേജർ ആർച്ച് ബിഷപ്പ് ക്ലീമീസ് ബാവ പറഞ്ഞു, സന്യാസിനിമാർ ആർഷഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന്. ഭാരതീയ ജനതാ പാർട്ടിക്കും അതേ അഭിപ്രായമാണ്. അതിനൊക്കെ അപ്പുറം കേരളത്തിൽ നിന്ന് 2 മലയാളികൾ, ഞാൻ അങ്ങയോട് പറയട്ടെ, അങ്ങോട്ട് കേൾക്കൂ. ചോദിച്ചത് ആ കേസിന്റെ നിലവിലെ സ്ഥിതി എന്താണെന്നുള്ളതല്ല, അത് നിബിൻ വിശദീകരിക്കേണ്ട സാഹചര്യവുമില്ല. സ്വാഭാവികമായും ഈ പണി ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം ആ കേസിന്റെ സ്ഥിതി എന്താണെന്നുള്ളത്. അഭ്യസ്തവിദ്യരായ ഇത് കാണുന്ന ആളുകൾക്കും അറിയാം. അതല്ല ഇവിടെ പ്രശ്നം. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നിയമപരമായി തന്നെ പോകൂ. അത് അറിയാത്തവരല്ല ആരും. ഞാൻ ചോദിച്ചത് അതല്ല നിബിൻ, അങ്ങനെ വളച്ചൊടിച്ച് അതിനെ ലഘൂകരിക്കല്ലേ. എന്റെ ചോദ്യം അവരെ അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ നിന്നല്ല. ഞാൻ ചോദിച്ചത് നിബിൻ ആവർത്തിച്ചു പറയുന്ന BJPയുടെ നിലപാടുണ്ടല്ലോ, നിബിൻ ആവർത്തിച്ചു പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടുണ്ടല്ലോ, ആ നിലപാട് പറയേണ്ടത് കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഛത്തീസ്ഗഡിലെ സംസ്ഥാന അധ്യക്ഷൻ എന്തു പറഞ്ഞു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സംസ്ഥാനം ഭരിക്കുന്ന BJPയെ കേന്ദ്രത്തിൽ തന്നെ നയിക്കുന്നവർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്തു പറഞ്ഞു എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ നിബിൻ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ അറസ്റ്റിന്റെ കാര്യത്തിൽ കേസ് സബ്ജുഡിസ് ആണ് ഒന്നാമത്തെ കാര്യം. 2, അന്വേഷണം പൂർത്തിയായിട്ടില്ല. ഈ കന്യാസ്ത്രീകളെ നമ്മൾ ഇന്നസെന്റായി തന്നെ കാണുന്നു, അങ്ങനെ തന്നെ ഇടപെടുന്നു, അങ്ങനെ തന്നെ സമീപിക്കുന്നു. അതിലെന്താ കുഴപ്പം? അതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരള ഘടകത്തിന്റെ നിലപാട് വ്യക്തമാക്കി. ശരി, അപ്പോൾ നിങ്ങൾ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാടിനെ തള്ളി പറയുന്നുണ്ടോ? എനിക്ക് പറയാൻ കഴിയുള്ളൂ. അല്ല, അപ്പോൾ നിങ്ങൾ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാടിനെ തള്ളി പറയുന്നുണ്ടോ? ഛത്തീസ്ഗഡിന്റെ റെയിൽവേ പോലീസ് എടുത്തത് അവിടുത്തെ പ്രൊസീജിയറാണ്. അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അവർ അറസ്റ്റ് ചെയ്തു, അന്വേഷണം ആരംഭിച്ചു. അവർ